ഹേയ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ഹെൽമെറ്റ് ടെയിൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ ആൻഡ് വെൽക്കം ടു അവർ ഫസ്റ്റ് എപ്പിസോഡ്. സോ നിതിൻ ബ്രോ, നമ്മൾ എന്തിനാണ് ഈ സംഭവം ഈ ചാനൽ ചെയ്യുന്നത്? ബേസിക്കലി നിനക്ക് മോട്ടോ ജിപി ഇഷ്ടമല്ലേ? എനിക്ക് മോട്ടോ ജിപി ഇഷ്ടമാണ്. എനിക്ക് മോട്ടോ ജിപി ഇഷ്ടം. അതെ, നമ്മൾ ഡെയിലി എന്ത് ചെയ്ത് മോട്ടോ ജിപി പറ്റി സംസാരിക്കുന്നത്. സെയിം സാധനം ക്യാമറ ഫ്രണ്ട് ചെയ്ത് സംസാരിക്കാം. യൂട്യൂബിൽ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കാം. അതെ, അത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വേറെ ആൾക്കാർ കാണുമല്ലോ. അതെ, അപ്പോൾ അവർക്കും ഇത് കേൾക്കാനും കാണാനും താല്പര്യം ഉണ്ടെങ്കിൽ അവരും കാണട്ടെ അല്ലേ? അപ്പം ബേസിക്കലി മോട്ടോ ജിപി, വേൾഡ് സൂപ്പർ ബൈക്ക്, പിന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരും? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ട്രാക്ക് ഡേയ്സിനെ പറ്റിയുള്ള ഞങ്ങൾ ട്രാക്ക് ഡേയ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺ ബോർഡ് വീഡിയോസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇടക്കിടക്ക് ട്രാക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് അങ്ങനെ പറ്റാവുന്നതൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് ലൈക്ക് ഞങ്ങളുടേതായിട്ടുള്ള ട്രാക്ക് ഡേയ്സിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യും. ഞങ്ങൾക്ക് ആവശ്യമില്ല, വീട്ടുകാരെല്ലാം പറയുന്നത് എനിക്ക് ആവശ്യമില്ലാത്ത കുറേ വിവരമുണ്ടത് ഈ വണ്ടികളെ കുറിച്ച്. അങ്ങനെ ഉള്ള വിവരം നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഡെയിലി എവനുമായിട്ട് ഷെയർ ചെയ്യും, പിന്നെ എൻ്റെ വൈഫായിട്ട് ഷെയർ ചെയ്യും, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരുമായിട്ട് നമുക്ക് ഈ നോളജ് അങ്ങ് ഷെയർ ചെയ്യാം. ചിലർക്കിത് അപ്പം നമ്മൾ ബേസിക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോ ജി പിയെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് മോട്ടോ ജി പിയിൽ കുറ്റം പറയാനും ആ ടോപ്പ് 20 റൈഡേഴ്സിനെ പറ്റി നമുക്ക് എങ്ങനെയൊക്കെ കുറ്റം പറയാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അതെ, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, ഞാനാണെങ്കിൽ പൊളിച്ചനെ. പരദൂഷണം, ഒരു കൈൻഡ് ഓഫ് പരദൂഷണം. അതെ, മോട്ടോ ജി പി റൈഡേഴ്സ് ഓടിക്കാത്തതിനെ കുറിച്ച് പരദൂഷണവും നമ്മൾ എന്തുകൊണ്ട് മോട്ടോ ജി പിയിൽ ഓടിക്കാൻ പോയില്ല എന്നുള്ളതിന്റെ കുറ്റബോധവും അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഫ്രസ്ട്രേഷൻ നമ്മൾ മോട്ടോ ജി പി നമുക്ക് നീ അല്ലേ ഡെയിലി പറയാറുണ്ട് എൻ്റെ അച്ഛൻ്റെ സ്കൂളിൽ വിട്ടു, അതിന് വരെ വല്ല റൈഡിങ് സ്കൂളിൽ വിട്ടാൽ പോരായിരുന്നു. റൈഡിങ് സ്കൂളിൽ വിടാൻ അതൊക്കെ പഴയ കഥ ഓർമ്മിപ്പിക്കാതെ. ഇപ്പൊ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തുടങ്ങേണ്ടായിരുന്നു, കഴിഞ്ഞ സീസണിൽ തുടങ്ങേണ്ടായിരുന്നു. പക്ഷെ സീസൺ അങ്ങ് തുടങ്ങിപ്പോയി, കുറേ ആയി. പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമേഴ്സ് ആയി പോയിട്ട് ഞങ്ങൾക്ക് ഈ ഇതൊന്നും സെറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം ഈ ക്യാമറയുടെ ബാക്കിലിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പുള്ളിക്കാർ ഈ സീസണിലെങ്കിലും ഇത് തുടങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. അപ്പം നമ്മൾ ഈ സീസൺ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പം 2 റേസ് കഴിഞ്ഞു. പക്ഷേ ഫൈനലി വി ആർ ഹിയർ. അതെ, നമ്മൾ ഫൈനലി സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇതാണൊരു ബെസ്റ്റ് ടൈം തോന്നി. നമ്മൾ ബേസിക്കലി ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കും എന്നൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി ആണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഉടനെ ഒരു തായ്ലൻഡ് ജി പിൻ്റെയും അർജന്റീന ജി പിൻ്റെയും കുറിച്ച് നമുക്കൊരു കൂലങ്കക്ഷമായിട്ടുള്ള ഒരു ചർച്ച ആവശ്യമുണ്ട് ഇവിടെ. ഓൾറെഡി അത് രണ്ടും കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് ഒരു ഒറ്റ സിംഗിൾ വീഡിയോ ആക്കി ചെയ്യാനാണ്. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ, നമ്മൾ എന്താണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ. സോ ബേസിക്കലി ദിസ് ചാനൽ ഈസ് ഫോർ പീപ്പിൾ ഹൂ ലിവ്, ഡ്രീം, ബ്രീത്ത് മോട്ടോർസൈക്കിൾസ് ആൻഡ് റേസിംഗ്. എല്ലാം പറഞ്ഞു, എന്തിനാ ഒക്കെ പറഞ്ഞു. പക്ഷെ വൈ ദ പേര് ഹെൽമെറ്റ് ടെയിൽസ് പറഞ്ഞില്ല. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെൽമെറ്റ് ടെയിൽസ് ബിക്കോസ് ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, മോട്ടോർ സൈക്കിൾസ് ഇഷ്ടപ്പെടുന്ന ഒരാളെ അതാണ് കീ കേട്ടോ. മോട്ടോർ സൈക്കിൾ ആക്ച്വലി ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗിയർ പ്ലസ് ഹെൽമെറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് വി ആർ ഇൻസൈഡ് അവർ പേഴ്സണൽ സ്പേസ്. ഒരു ഓൾട്ടർ ഈഗോ എന്നൊക്കെ പറയുന്ന പോലെ അത് വെച്ച് ഇത് അടച്ചു കഴിഞ്ഞാൽ, ലിഡ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളാണ്. പീറ്റർ പാർക്കറും സ്പൈഡർമാനും പോലെ. സൂപ്പർ ഹീറോ ഫീൽ ആണ് ഒബ്വിയസ്ലി. നമുക്ക് എന്തൊക്കെയോ ഹെൽമെറ്റ് വെച്ചിട്ട് ലൈക്ക് ഈവൻ ഞാൻ ട്രാക്കിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും, നമ്മൾ ട്രാക്കിൽ പോകുന്ന സമയത്താണെങ്കിലും ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. എവിടുന്നാണെന്നറിയില്ല, പക്ഷെ കിട്ടും. പിന്നെ ഹെൽമെറ്റിനകത്ത് നമ്മുടെ ഓരോ ഇമോഷൻസ്, ലൈക്ക് ഇപ്പം നമുക്ക് ക്ലോസ് കോൾസ് വന്നിട്ടുണ്ടായിരിക്കും ഓരോ ആൾക്കാർക്ക് ഇല്ലേ. ദേഷ്യപ്പെടുന്നത് ഹെൽമെറ്റിന്റെ അകത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ആയിട്ടുണ്ട്, കോർണർ വൈഡ് പോകുമ്പോ പേടിച്ച് ആ സാധനമുണ്ട്. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ ഈ കാണിച്ച എല്ലാ സംഭവങ്ങളും ഓർത്തിരിക്കുന്നത് ഏറ്റവും വലിയ ഒരാളായിരിക്കും ഇത്.
അതുകൊണ്ടാണ് ബേസിക്കലി ഹെൽമെറ്റ് ഹെൽമെറ്റ് ടൈൽസ് എന്നുള്ളൊരു അതിന് പറയാനായിട്ട് കുറേ കഥകൾ കാണും. പറയാൻ പറ്റത്തില്ല പാവം. അതുകൊണ്ട് നമുക്ക് പറയാം. സോ അതാണ് ഹെൽമെറ്റ് ടൈൽസിന്റെ ഉത്ഭവം. പിന്നെ യൂട്യൂബില് ആ പേരില്ലായിരുന്നു ഒരു ചാനലിലും. അങ്ങനെ പറയാം. അങ്ങനെ വേണം പറയാൻ. അതായത് ആദ്യം പക്ഷേ അവസാനം നമുക്ക് നല്ലൊരു പേര് കിട്ടി. അതെ പേര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ. പക്ഷേ ലൈക്ക് ഹെൽമെറ്റ് ടൈൽസ് അത് എല്ലാ റൈഡേഴ്സിനും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ലൈക്ക് ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റിന് ഹെൽമെറ്റ് ടൈൽസ് എന്നുള്ള പേര് അവർക്ക് എല്ലാവർക്കും ഓരോ കഥ പറയാൻ കാണും. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പേരാണെന്ന് തോന്നി. സോ അതുകൊണ്ട് നമ്മളത് ഫിക്സ് ചെയ്ത്. സോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ടോക്കും ചളുവടിയൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റൈഡേഴ്സിനെ കുറ്റം പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കുറ്റം പറയാം. ഓഫ് കോഴ്സ് കമന്റ് സെക്ഷൻ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോസ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി 2 റേസ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് 1 വീഡിയോ ആയിട്ട് ചെയ്ത് ഇറക്കും. പിന്നെ അടുത്ത റേസിന് വേണ്ടി വെയിറ്റിംഗ്. അല്ല, അടുത്ത റേസ് എനിക്ക് ഏറെക്കുറെ റിസൾട്ട് ഞാൻ പ്രവചിക്കാം. പക്ഷെ അത് പിന്നെ പറയാം. സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും മാർക്കസ് ചെയ്യും.